മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് റിവിഷൻ്റെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരുവിധം ടോപ്പിക്സ് ഒക്കെ അതിൽ നമ്മൾ കവർ ചെയ്തു പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതലായിട്ടും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സെപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ സെപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു പുതിയൊരു ടേം ആയിരിക്കും. അതായത് സെപ്പറേഷൻ എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത്, മിക്സ്ചേഴ്സിനെ നമ്മൾ എങ്ങനെയെല്ലാം സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയാണ്, ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ കുറച്ച് സാൻഡ് ഞാൻ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യാണ്, സാൻഡിനെ ഞാൻ മിക്സ് ചെയ്യാണ്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ജസ്റ്റ് സെപ്പറേറ്റ് ദ സാൻഡ് ആൻഡ് വാട്ടർ. അപ്പം നിങ്ങൾ ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ട്രൂ സൊല്യൂഷൻ ആയിട്ടുള്ള സോൾട്ടും വാട്ടറും നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോത്ത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് സൊല്യൂഷൻസ് നമ്മൾ എങ്ങനെയെല്ലാം സെപ്പറേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതലായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്? വാട്ട് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്? ത്രൂ ഔട്ട് എന്തുണ്ടാകും? അവർക്ക് യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും അല്ലേ. ജസ്റ്റ് സോൾട്ട് ആൻഡ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ അതാണ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ ഹോമോജീനിയസ് മിക്സ്ചർ. അവിടെ എന്താണ്, നിങ്ങളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ നോക്കിയാലും ആ സോൾട്ട് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ എവിടെ നിന്ന് നമ്മൾ ആ വാട്ടർ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സെയിം ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ സോൾട്ട് ടേസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഇറ്റ് വിൽ ബി യൂണിഫോം ത്രൂ ഔട്ട്. അപ്പം ഇങ്ങനെയുള്ള ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെ നമ്മൾ ഏതെല്ലാം ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനാണ് ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡാണ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ക്രിസ്റ്റൽസ് അല്ലേ. ക്രിസ്റ്റൽസ് ആർ വെരി ഗുഡ് ടു സീ അല്ലേ, നല്ല ഭംഗിയാണ് ക്രിസ്റ്റൽസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെപ്പറേഷൻ പ്യൂരിഫിക്കേഷൻ്റെ ഒക്കെ ഒരു മെത്തേഡാണ്. കെമിസ്ട്രിയിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു ക്രിസ്റ്റൽ എന്ന് നോക്കാം. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സോളിഡ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ജിയോമെട്രിക് പാറ്റേൺ. കണ്ടില്ലേ, ക്രിസ്റ്റൽസ് കണ്ടില്ലേ? ക്രിസ്റ്റൽസ് എന്താണ്? സോളിഡ് ആണല്ലേ. ആൻഡ് ഈ സോളിഡിൽ പാർട്ടിക്കിൾസ് ഒരു റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പ് ക്രിസ്റ്റൽസിന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സോൾവെന്റും സൊല്യൂട്ടും കൂടെ മിക്സായി ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആ സൊല്യൂട്ടിനെ എന്താണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്റ്റലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഫോമിങ് ക്രിസ്റ്റൽസ് ഫ്രം എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇസ് കോൾഡ് വാട്ട്? ക്രിസ്റ്റലൈസേഷൻ. അതായത് ഒന്നുമില്ല മക്കളെ, നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുകയാണ്. ആ വാട്ടറിൽ ഒരുപാട് സോൾട്ട് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് ഫൈനലി ആ വാട്ടറിൽ സോൾട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എത്തും അല്ലേ. ആ സൊല്യൂഷൻ ആ വാട്ടറിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യില്ല, ഫെർദർ സോൾട്ട് ആഡ് ചെയ്താലും അത് ഡിസോൾവ് ആകില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സൊല്യൂഷന് വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന്. അപ്പം ഇങ്ങനെയുള്ള സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അത് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? നിങ്ങൾ സോൾട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ വാട്ടറിലേക്ക് സോൾട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫൈനലി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോൾട്ട് അതിൽ ഡിസോൾവ് ആകുന്നില്ല എന്ന്. ആക്ച്വലി നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ട് അവിടെ ഡിസോൾവ് ചെയ്യാതിരിക്കുന്നതല്ല, മറിച്ച് എന്താണ്, ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള സോൾട്ട് ക്രിസ്റ്റലായിട്ട് പുറത്തേക്ക് വരികയാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ട് അവിടെ ഡിസോൾവ് ആകുന്നു. അറ്റ് ദ സെയിം ടൈം ഓൾറെഡി ഡിസോൾവ് ആയിട്ടുള്ള സോൾട്ട് എന്ത് ചെയ്യും? ക്രിസ്റ്റൽ ആയിട്ട് പുറത്തേക്ക് വരും. അപ്പം ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ ഇപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, വാട്ടർ എടുത്തിട്ട് അതിൽ നന്നായിട്ട് സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സോൾട്ട് ആ വാട്ടറിൽ എന്താകും? ഡിസോൾവ് ആകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നല്ല ഹോട്ടായിട്ടുള്ള ആ സൊല്യൂഷൻ ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു വെസലിന് ചുറ്റും
ചുറ്റും എന്തായിരിക്കും, സോൾട്ട് ഇങ്ങനെ ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാകും അല്ലേ. ആ സൊല്യൂഷനിലെ സോൾട്ട് ഒക്കെ ഇങ്ങനെ ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ സെപ്പറേഷൻ ടെക്നിക്സ്, ഇറ്റ് ഈസ് ഓൾസോ വാട്ട് എ പ്യൂരിഫിക്കേഷൻ ടെക്നിക് ടു. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ് കോപ്പർ സൾഫേറ്റ്? കോപ്പർ സൾഫേറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഒരു ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. നമ്മൾ അഗ്രികൾച്ചറിലൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽ ആണ് എന്ത്, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ബ്ലൂ കളറിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു വാട്ടർ ബാത്തിൽ വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ആ കോപ്പർ സൾഫേറ്റിനെ ബോയിൽ ചെയ്യിപ്പിക്കുക. ഓക്കെ, നന്നായിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി ഗ്ലാസ് റോഡ് വെച്ച് എന്ത് ചെയ്ത് കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി വെക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം അതിന് മുന്നേ, കൂൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ആ ഹോട്ട് സൊല്യൂഷൻ നിങ്ങൾ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. എന്തെങ്കിലും ഇംപ്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫിൽട്ടർ പേപ്പറിലൂടെ പോകുന്ന ഇംപ്യൂരിറ്റീസ്, റിമൂവ് ആയി കിട്ടുന്ന ഇംപ്യൂരിറ്റീസ് റിമൂവ് ആകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് ബീക്കറിൽ നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി, കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ, അത്യാവശ്യം ഹോട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടി. ഇനി ആ ഹോട്ട് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. മേ ബി ഇത് നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാകും ഈ ഒരു എക്സ്പെരിമെന്റ്, ഇല്ലെങ്കിൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു 1 day വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വന്ന് നോക്കുമ്പോൾ കൂള് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം എന്തായി, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, വാട്ടറിൽ നിന്ന് നമുക്ക് ഈ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അത് മാത്രമല്ല, അതിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനും കൂടെ നമുക്ക് എന്ത് ചെയ്തു, പറ്റി. അപ്പോൾ ഇതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ വളരെ നല്ലൊരു മെത്തേഡാണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് വാട്ട്, ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഡിസ്റ്റിലേഷൻ ആണ്. എന്താണ് ഡിസ്റ്റിലേഷൻ? അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ബോയിലിംഗ് പോയിന്റ്. എന്തുമായിട്ടാണ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്? ബോയിലിംഗ് പോയിന്റുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതായത് മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ തരികയാണ്, അതിലുള്ള 2 ആളുകൾ, ഓക്കെ, 2 ആളുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചർ, ഇപ്പോൾ വാട്ടറും അസറ്റോണും, അങ്ങനെ എന്തെങ്കിലും 2 മിക്സ്ചേഴ്സ് ആണ്, 2 കോമ്പോണൻസ് ആണ്, 2 എണ്ണത്തിൻ്റെയും ബോയിലിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അതായത് 2 പേരും 2 ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റിലാണ് എന്ത് ചെയ്യുക, ബോയിൽ ആകുക. ഇപ്പോൾ ഒരാൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ വേറൊരാൾ ചിലപ്പോൾ ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ലേക്ക് ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ തന്നെ ബോയിൽ ചെയ്യുമായിരിക്കും. അങ്ങനെ 2 പേർക്കും ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളുകളാണ് നമ്മൾ മോസ്റ്റ്ലി ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? ഫോർ ദ സെപ്പറേഷൻ ഓഫ് കോമ്പോണൻസ് ഓർ എ ഹോമോജീനിയസ് മിക്സ്ചർ കണ്ടെയ്നിങ് വാട്ട്, കോമ്പോണൻസ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ്. എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ a homogeneous mixture of 2 miscible liquid. മിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടുപേരും നന്നായിട്ട് മിക്സ് ആകും. ഓക്കെ, കംപ്ലീറ്റ്ലി 2 പേരും ഒരാൾ മറ്റൊരാളിൽ എന്താവും, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകും. അതിനെയാണ് നമ്മൾ മിസിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹീറ്റിംഗ് ദ മിക്സ്ചർ അൺടിൽ ദ ലിക്വിഡ് with the lower boiling point vaporizes. അതായത് മക്കളെ, ഇപ്പം 2 ആളുകളെ, ഇപ്പം ഞാൻ പറയാണ്, ഞാൻ എ എന്ന് പറയുന്ന ആളെയും ബി എന്ന് പറയുന്ന ആളെയും എന്ത് ചെയ്തു, മിക്സ് ചെയ്യാണ്. 2 പേരും കൂടെ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് നമുക്ക് തരുന്നത്. അതിൽ എന്റെ ബോയിലിംഗ് പോയിന്റ് 80 ഡിഗ്രി സെൽഷ്യസും ബിന്റെ ബോയിലിംഗ് പോയിന്റ് 120 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവർ 2 പേരെ ഞാൻ മിക്സ് ചെയ്തു, പക്ഷെ 2 പേരുടെയും ബോയിലിംഗ് പോയിന്റ് ഡിഫറെൻറ്റ് തന്നെയായിരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ ഇവരെ ഹീറ്റ് ചെയ്യാണ്. ഞാൻ ഇവരെ നന്നായി ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും, 80 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും വേപ്പർ ആയിട്ട് മാറും അല്ലേ. ബോയിലിംഗ് പോയിന്റ് 80 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ, അതുകൊണ്ട് തന്നെ അത് വേപ്പർ ആയിട്ട് മാറും. പക്ഷെ അപ്പോഴും ആ ടെമ്പറേച്ചറിൽ നമ്മുടെ ബി എന്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാകും, ലിക്വിഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടാകും അല്ലേ. അപ്പൊ എ എന്തായി, വേപ്പറായി. അങ്ങനെ എ വേപ്പറായി കഴിയുമ്പോൾ നമുക്ക് എന്താ
ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പർ ആയിട്ടുള്ള എയിനെ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടൻസറിലൂടെ വാട്ടർ കണ്ടൻസറിലൂടെ പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടെമ്പറേച്ചർ അവിടെ 80°C കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ടെമ്പറേച്ചർ നമ്മളിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എ എല്ലാം എന്താകുന്നു? വേപ്പറായിട്ട് പോവുകയാണ്. എ എല്ലാം വേപ്പറായി പോയി കഴിയുമ്പോൾ ആ വേപ്പറിനെ നമ്മൾ ഈ കണ്ടൻസറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഈ കണ്ടൻസറിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ കണ്ടൻസർ എന്ത് ചെയ്തോളും? അതിനെ ആ വേപ്പറായ ആളെ ലിക്വിഡ് ആക്കി മാറ്റി ആ ലിക്വിഡിനെ നമ്മൾ വേറൊരു ബീക്കറിൽ കളക്ട് ചെയ്യും. ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ ആ ലിക്വിഡിനെ കണക്ട് ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. ബി എവിടെ നിൽക്കുകയാണ്? ബി ഇതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എയിനെയും ബിയിനെയും ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ആ മെത്തേഡിൻ്റെ ഒരു ഡയഗ്രമാണ് നമുക്ക് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് വാട്ടർ ആണ് കേട്ടോ. അപ്പോൾ അസറ്റോൺ എന്ന് പറയുന്ന ആള്, ഓക്കെ, ആരാണ്? അസറ്റോൺ. അസറ്റോൺ എന്ന് പറയുന്ന ആള് 56°C ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും? ബോയിൽ ആകും. അത് വേപ്പറായിട്ട് മാറും. പക്ഷെ വാട്ടർ വേപ്പർ ആകണമെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം? 100°C വേണം അല്ലേ? വാട്ടർ വേപ്പർ ആകണമെങ്കിൽ 100°C വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ലാർജ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? അസറ്റോണും വാട്ടറും തമ്മിൽ ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. ഇങ്ങനെ ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഉള്ള മിക്സ്ചേഴ്സ്, മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ദ കോമ്പോണൻസ് ഹാവ് ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. സോ ഇത് ഒരു ലിക്വിഡിനെ വേപ്പറൈസ് ചെയ്യാണ് ബിഫോർ ദ വേപ്പേഴ്സ് ഓഫ് ദ അതർ ലിക്വിഡ് ആർ ഫോംഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്. അതായത് നോക്കിക്കോ, അസറ്റോണും വാട്ടറും തന്നെ എടുക്കുകയാണ്. അപ്പോൾ എന്തായി? ശരിക്കും ശ്രദ്ധിക്കുക, ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഇതിനെ നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്നാണ് പറയുക, RB ഫ്ലാസ്ക്. അപ്പോൾ ഈ ഫ്ലാസ്കിൻ്റെ അകത്ത് നമ്മൾ എന്തെടുക്കുകയാണ്? വാട്ടറും അസറ്റോണും എടുക്കുകയാണ്. ആ മിക്സ്ചർ ഇതിൻ്റെ അകത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ താഴെ നിന്ന് ഹീറ്റ് കൊടുക്കുന്നു. ടെമ്പറേച്ചർ നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്ത് ചെയ്തേക്കാണോ? വി ആർ കണക്ടിങ് ഇറ്റ് ടു എ വാട്ടർ കണ്ടൻസർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ വാട്ടർ കണ്ടൻസർ ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്കാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇതിങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള അസറ്റോണ് 56°C ആകുമ്പോഴേക്കും എന്താകും? ബോയിലായി വേപ്പർ ആകും. അപ്പോൾ ആ വേപ്പേഴ്സ് ഇതിലൂടെ പോയി അതിനെ നമ്മൾ ഈ ഒരു കണ്ടൻസറിലേക്ക് കളക്ട് ചെയ്യാണ്, ഈ ഒരു വാട്ടർ കണ്ടൻസറിലേക്ക് കളക്ട് ചെയ്യാണ്. ആൻഡ് ആ വാട്ടർ കണ്ടൻസറിലൂടെ ആ വേപ്പർ ആയിട്ടുള്ള ആൾ എന്താകും? ലിക്വിഡായി കണ്ടൻസ് ചെയ്ത് ലിക്വിഡായിട്ട് ആ ലിക്വിഡ് അസറ്റോണിനെ നമ്മൾ എവിടെ കളക്ട് ചെയ്യും? ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ അസറ്റോണിനെ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വാട്ടർ അവിടെ ബോയിൽ ആകാതെ ശ്രദ്ധിക്കണം. ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് അസറ്റോണിനെ നമ്മൾ അങ്ങോട്ടേക്ക് വിടും. ആൻഡ് ബാക്കിയുള്ള ആരാണ്? വാട്ടർ ഈ RB ഫ്ലാസ്കിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ മനസ്സിലായോ? ഡിസ്റ്റിലേഷൻ മക്കൾക്ക് മനസ്സിലായോ? ഡിസ്റ്റിലേഷൻ ആണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്റ്റിലേഷൻ എവിടെയേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ദ കോമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ ഷുഡ് ഹാവ് എ ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ രണ്ടുപേരും ഏകദേശം ഒരേ ടെമ്പറേച്ചറിലാണ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് രണ്ടുപേരും വേപ്പറായി പോവില്ലേ? ഓക്കെ, ഇനി അടുത്തത് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കും നമ്മൾ ഈ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ക്രൊമാറ്റോഗ്രഫി, ക്രോം എന്ന ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്? കളറാണ് അല്ലേ? കളറാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊരു ബൊട്ടാനിസ്റ്റാണ് ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ നമ്മളിത് കെമിസ്ട്രിയിലും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ് ഉണ്ട്. നമുക്കിവിടെ എന്ത് മാത്രം പഠിച്ചാൽ മതി? പേപ്പർ ക്രൊമാറ്റോഗ്രഫി മാത്രം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, എന്താണ് നമ്മളിവിടെ പഠിക്കുന്നത്? പേപ്പർ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ ഇവിടെ ഈ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്റ്റിലേഷൻ എല്ലാം എന്തായിരുന്നു? ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നു അല്ലേ? പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻസസ് ഇൻ ദ ഇന്ററാക്ഷൻസ് ഓഫ് ദ കോമ്പോണൻസ് വിത്ത് ദ സോൾവെന്റ് ആൻഡ് ദ പേപ്പർ. എന്താണ്? സോൾവെന്റും പേപ്പറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ.
ഫിഗർ കാണിച്ചു കഴിയുമ്പോൾ മക്കൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇതാണ് എന്ത് പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഓർക്ക് ഇത് ജസ്റ്റ് നിങ്ങൾ ഇതേപോലത്തെ ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, ഈ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കും അത്? ജസ്റ്റ് ഒരു പേപ്പർ ആയിരിക്കും. ഇങ്ങനെ ഒരു പേപ്പർ നമ്മൾ എടുക്കും. ജസ്റ്റ് ഈ പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇതിൻ്റെ താഴെ ഇങ്ങനെ മാർക്ക് ചെയ്യും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഈ മാർക്കിൻ്റെ ഇവിടെ ഒരു സ്പോട്ട് ഇടും. ഈ സ്പോട്ട് എന്താണ്? ഈ സ്പോട്ട് ആക്ച്വലി നമ്മുടെ മിക്സ്ചറാണ്. ഓക്കെ, പല പല ആളുകളുള്ള മിക്സ്ചറിനെയാണ് നമ്മളിവിടെ സ്പോട്ട് ചെയ്യുക. അത് നമ്മളൊരു കുറച്ചിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ലൈനിൽ അങ്ങ് സ്പോട്ട് ചെയ്ത് വെക്കുകയാണ് പേപ്പറിൻ്റെ. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? പല പല ആളുകളുണ്ട് അല്ലേ? നമ്മൾ ഇപ്പോൾ മിക്സ്ചർ ആണെങ്കിൽ ഒരു 3-4-5 ആളുകളുള്ള ഒരു മിക്സ്ചറിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഫോർ വാട്ട്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഇൻ എ മിക്സ്ചർ. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അമിനോ ആസിഡ്സ്, പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ്സിനെയൊക്കെയാണ് നമ്മൾ കൂടുതലും പേപ്പർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ സ്പോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പറിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഒരു സോൾവെൻറ്റിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കണം. എന്താണ് സോൾവെൻറ്റ്? ഈ സോൾവെൻറ്റിൻ്റെ പ്രത്യേകത, ഈ സോൾവെൻറ്റ് ഈ പേപ്പറിലൂടെ മുകളിലേക്ക് പോകും, മൂവ് ചെയ്യും. ഓക്കെ, സോൾവെൻറ്റ് ഇവിടുത്തെ മൊബൈൽ ഫേസ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആണ്. അപ്പോൾ സോൾവെൻറ്റ് എന്ത് ചെയ്യും? ഈ പേപ്പറിലൂടെ മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പേപ്പർ ഈ സോൾവെന്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈനിൽ തട്ടരുത്. ഓക്കെ, ഈ ലൈനിന്റെ തൊട്ട് താഴെ ആയിരിക്കണം സോൾവെന്റ് നിൽക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മുടെ ഈ സ്പോട്ട് എന്ത് ചെയ്യരുത്? ഈ സോൾവെന്റിൽ മുങ്ങിപ്പോകരുത്, ഡിപ്പായി പോകരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സോൾവെന്റ് ഒരു കാപ്പിലറി റൈസ്, അതായത് ഈ സോൾവെന്റ് ഈ പേപ്പറിലൂടെ ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യും അല്ലേ? ബിക്കോസ് ഇറ്റ്സ് ദ മൊബൈൽ ഫേസ്. ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ആരാണ്? പേപ്പറിന്റെ ഉള്ളിൽ ട്രാപ്പ് ആയിട്ടുള്ള വാട്ടർ ആണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അതായത് അത് അനങ്ങാതെ നിൽക്കും അല്ലെ? പേപ്പർ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യുന്നില്ല അല്ലെ? പക്ഷെ സോൾവെന്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോൾവെന്റ് ഇവിടുത്തെ മൊബൈൽ ഫേസ് ആണ്. പേപ്പറിൽ ട്രാപ്പ് ആയിട്ടുള്ള വാട്ടർ, ഒരു മോയ്സ്ചർ എന്തായാലും പേപ്പറിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആയിട്ടുണ്ടാകും. ഒരു പേപ്പറിൻ്റെ സെല്ലുലോസിൻ്റെ ഉള്ളിൽ വാട്ടർ ട്രാപ്പ് ആയിട്ടുണ്ടാകും, ഓൾറെഡി ട്രാപ്ഡ് ആയിട്ടുണ്ടാകും. ആ മോയ്സ്ചർ ആണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതായത് അത് അനങ്ങാതെ ഈ പേപ്പറിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ മൊബൈൽ ഫേസ് ആയിട്ടുള്ള സോൾവെന്റ് ഈ സ്റ്റേഷനറി ഫേസ്, അതായത് പേപ്പറിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ഈ സ്പോട്ടിൽ എന്തുണ്ട്? മിക്സ്ചർ ഓഫ് ഡൈസ്. ഇപ്പൊ ഇവിടെ എടുത്തേക്കുന്നത് എന്താ? മിക്സ്ചർ ഓഫ് ഡൈസ് ആണ്. പല പല കളറിലുള്ള ഡൈ ആണ്. ഈ ഒരൊറ്റ സിംഗിൾ സ്പോട്ടിൻ്റെ അകത്ത് ഒരുപാട് കളറിലുള്ള ഡൈസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ സോൾവെന്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പല ഡൈസും, ഇപ്പോൾ ABCD എന്ന് പറയുന്ന പല ഡൈസ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട് ഈ ഒരു ഡൈയിൽ അല്ലേ? ഒരു ഡൈയിൽ എന്തുണ്ട്? പല കളേഴ്സ് ഉണ്ട്. അതിൽ A എങ്ങനെയാണോ സോൾവെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല B ഇന്ററാക്ട് ചെയ്യുക, അതുപോലെ ആയിരിക്കില്ല C ഇന്ററാക്ട് ചെയ്യുക അല്ലേ? ഈ ഡൈസിലെ ഡിഫറെൻറ്റ് കളേഴ്സിനും എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഇന്ററാക്ഷൻ ആയിരിക്കും നമ്മുടെ ഈ സോൾവെന്റ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ ഡിഫറെൻ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രീൻ കണ്ടോ? ഗ്രീൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആകും. ഗ്രീൻ പിന്നെ സോൾവെന്റിന്റെ കൂടെ മുകളിലേക്ക് എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യത്തില്ല. പക്ഷെ ബ്ലൂ എന്തായി? കുറച്ചും കൂടെ മൂവ് ചെയ്തു. പിന്നെ പിങ്ക് അല്ലേ? ഒരു റോസ് കളറ്. പിന്നെ നമ്മുടെ യെല്ലോ. ഇപ്പൊ കണ്ടോ? പല പല രീതിയിലാണ് ഇവരെന്ത് ചെയ്യുക? സോൾവെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. എന്നിട്ട് ഇവർ മുകളിലേക്ക് മൂവ് ചെയ്യുക. നന്നായിട്ട് സോൾവെന്റുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ഏറ്റവും ടോപ്പിലെത്തും അല്ല? ഇന്ററാക്ഷൻ വളരെ കുറവുള്ള ആൾ താഴെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ ഇട്ടപ്പോൾ എന്തായിരുന്നു? ഒരൊറ്റ ഒരു ഡൈ അല്ലേ? ഒരൊറ്റ ഒരു കളറായിരുന്നു. പക്ഷെ അതിലെ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് നമ്മുടെ എന്ത്? പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ എന്താ പറയുക, ലീവ്സിലൊക്കെയുള്ള ഡിഫറെൻറ്റ് പിഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം കേട്ടോ. ഡിഫറെൻറ്റ് പിഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഇതാണ് എന്ത്? ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത്? ഇവിടെ നമ്മൾ മെയിൻലി നോക്കുന്നത് എന്താണ്? ദ ഡിഫറൻസസ് ഇൻ ദ ഇന്ററാക്ഷൻസ് ഓഫ് ദ കോമ്പോണൻസ് വിത്ത് ദ സോൾവെന്റ് ആൻഡ് ദ പേപ്പർ ടു സെപ്പറേറ്റ് ദം. അതായത് ഈ ഒരു ഡൈയിലുള്ള
ഡിഫറെൻറ്റ് കോമ്പോണൻസ് അല്ലെ, ഡിഫറെൻറ്റ് കളേർഡ് കോമ്പോണൻസിന് ഡിഫറെൻറ്റ് ഇൻറ്ററാക്ഷൻ ആയിരിക്കും എന്ത് ഈ സോൾവെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈ പേപ്പർ ആയിട്ടും ഉള്ളത്. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ ഇൻറ്ററാക്ഷൻ വിൽ ഹെൽപ്സ് ടു സെപ്പറേറ്റ് ദം ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കാപ്പിലറി റൈസ് ആണ്, അതായത് നമ്മൾ ഇത് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ആണല്ലോ ഇവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. ആ ഒരു മൂവ്മെന്റിന് നമ്മൾ കാപ്പിലറി റൈസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിൻ്റെ സെപ്പറേഷനിൽ നമ്മൾ 3 എണ്ണമാണ് പഠിച്ചത്. ഒന്ന് ക്രിസ്റ്റലൈസേഷൻ, രണ്ടാമത്തത് ഡിസ്റ്റിലേഷൻ ആൻഡ് മൂന്നാമത്തത് എന്താണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. ഓക്കെ, അപ്പോൾ ഇത് 3 നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്റ്റിലേഷൻ കണ്ടല്ലേ, ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളുകളെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അവരെ നമ്മൾ പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമ്പിൾ ഓർത്തിരിക്കണം, എന്താണ് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് ഓർത്തിരിക്കണം, ആൻഡ് ഫിഗർ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ സേയിങ് അബൌട്ട് ദ ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ഹാവ് വാട്ട് നോൺ യൂണിഫോം കോമ്പോസിഷൻ അല്ലേ, അവർക്ക് നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് ഉള്ളത്. അതായത് നമ്മളിപ്പോൾ സാൻഡും വാട്ടറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലല്ലേ ഡീപ്പ് അണ്ടർ ദ ഗ്ലാസ് എന്തായിരിക്കും, സാൻഡ് ആയിരിക്കും ഉണ്ടാകുക, മുകളിൽ വാട്ടർ ആയിരിക്കും ഉണ്ടാകുക അല്ലേ. അവർക്ക് ഒരു നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഹെറ്ററോജീനിയസ് ഓയിൽ ആൻഡ് വാട്ടർ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഒരു ഹെറ്ററോജീനിയസ് മിക്സ്ചറിൻ്റെ നല്ലൊരു എക്സാമ്പിൾ ആണ് എന്ത്, ഓയിലും വാട്ടറും എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലും വാട്ടറും നിങ്ങൾ മിക്സ് ചെയ്തപ്പോൾ ഒരു ഗ്ലാസ്സിൽ തന്നെ ഓയിലും വാട്ടറും മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം വാട്ടർ താഴെ നിൽക്കും, ഓയിൽ മുകളിൽ നിൽക്കും അല്ലേ, രണ്ടും സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ വാട്ടർ മിക്സ്ചറിനെ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു സെപ്പറേറ്റിംഗ് ഫണലിൽ എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്പാരറ്റസിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ ലബോറട്ടറിയിൽ ഹയർ ക്ലാസ്സസിലേക്ക് ചെന്ന് കയറുമ്പോൾ നിങ്ങൾ ഈ അപ്പാരറ്റസ് ഒക്കെ കാണും. അപ്പോൾ ഈ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ഈ താഴെയുള്ളത് എന്താ, കോണിക്കൽ ഫ്ലാസ്ക് ആണല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റിംഗ് ഫണലിൽ നിങ്ങളുടെ ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മിക്സ്ചർ, അതായത് ഇപ്പോൾ ഓയിൽ ആൻഡ് വാട്ടർ ആണെങ്കിൽ അതിനെ അങ്ങ് എടുക്കുക, എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു സ്റ്റാൻഡിലൊക്കെ പ്ലേസ് ചെയ്യണം കേട്ടോ, അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കണം. അപ്പോൾ എന്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇങ്ങനെ 2 ലെയർ ആയിട്ട് ഇവർ സെപ്പറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ട്, ആ സ്റ്റോപ്പ് കോക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ വാട്ടറിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്യുക. ആൻഡ് ഇത് മൊത്തം ഇതിലേക്ക് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ടാകും, ഓയിൽ അല്ലേ. ഈ ഓയിൽ ഈ താഴെ എത്തും. ഓയിൽ താഴെ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പ് കോക്ക് ഓഫ് ചെയ്യണം. കാരണം നമുക്കിവിടെ വാട്ടറിനെ മാത്രം കളക്ട് ചെയ്താൽ മതി, നമുക്ക് ഓയിലിനെ കളക്ട് ചെയ്യേണ്ട അല്ലേ, ബിക്കോസ് വി നീഡ് ടു സെപ്പറേറ്റ് വാട്ടർ ആൻഡ് ഓയിൽ. അപ്പോൾ വാട്ടറിനെ ഫുള്ള് കളക്ട് ചെയ്തു ആൻഡ് ഓയിൽ ഇവിടെ എത്തി എന്ന് ഉറപ്പായാൽ ആ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് കോക്ക് ഓഫ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്താ, അപ്പം നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ നമുക്ക് വാട്ടർ ഇപ്പോൾ കളക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓയിൽ ഇപ്പോൾ എവിടെയുണ്ട്, സെപ്പറേറ്റിംഗ് ഫണലിലുമുണ്ട്. അങ്ങനെ നമുക്ക് ഒരു മിക്സ്ചർ, ഒരു ഇൻവിസിബിൾ മിക്സ്ചറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ ഈസിലി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു അപ്പാരറ്റസിന്റെ പേരാണെന്ത്, സെപ്പറേറ്റിംഗ് ഫണൽ എന്നുള്ളത്. എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ? അപ്പോൾ അത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? വെരി ഈസി. അടുത്ത മെത്തേഡാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആക്ച്വലി ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ വേപ്പർ ലിക്വിഡായിട്ട് മാറുന്നതിനെ കണ്ടൻസേഷൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമ്മൾ എപ്പോഴും പറയാ എന്താ, സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു. എന്നാൽ ഈ സോളിഡിന് ലിക്വിഡ് ആകാതെ ഗ്യാസ് ആകാൻ വേണ്ടി പറ്റും. എന്താകും, സോളിഡിന് ലിക്വിഡിലേക്ക് കൺവേർട്ട് ആകാതെ ഡയറക്റ്റ്ലി ഗ്യാസ് ആകാൻ വേണ്ടിയിട്ട് പറ്റും. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. എന്താണ്?
സബ്ലിമേഷൻ. ഓക്കെ, സോളിഡിന് ഡയറക്ട്ലി ഗ്യാസ് ആകാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ സബ്ലിമേഷൻ വളരെ നല്ലൊരു മെത്തേഡാണ്. എന്തിനു വേണ്ടി? ഫോർ സെപ്പറേഷൻ ഓഫ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. സെപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതായത് മക്കളെ, നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാംഫറും സാൻഡും മിക്സ് ആയിട്ടുണ്ട്. എന്താണ്? ക്യാംഫറും സാൻഡും. ഓക്കെ, വാട്ട് ഇസ് ക്യാംഫർ? ക്യാംഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കർപ്പൂരം അല്ലേ? കർപ്പൂരത്തിനെയാണ് നമ്മൾ ക്യാംഫർ എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് കർപ്പൂരം പൊടിച്ച് സാൻഡുമായിട്ട് മിക്സ് ചെയ്യണം. അപ്പം കാണുമ്പോൾ കുറച്ച് കർപ്പൂരവും സാൻഡും അതിൽ കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ നമുക്ക് ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് ഒന്നും യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്ര എളുപ്പത്തിൽ ഒന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അല്ലേ? അപ്പം എന്താ, ഈ ക്യാംഫറും സാൻഡും ഇങ്ങനെ മിക്സ് ആയിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആപ്ലിക്കേഷൻ രീതിയിലായിരിക്കും ചോദിക്കുക. ഇങ്ങനെ റാം ഗോട്ട് എ മിക്സ്ചർ containing what? Camphor and sand. How could he separate them? അതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ബൈ സബ്ലിമേഷൻ. വൈ ദിസ് മെത്തേഡ് വാസ് യൂസ്ഡ്? എന്തുകൊണ്ട് നമ്മൾ സബ്ലിമേഷൻ യൂസ് ചെയ്തു? അപ്പോൾ എന്താണ്? ക്യാംഫർ എന്ന് പറയുന്നത് ഒരു സബ്ലൈമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ക്യാംഫർ, കർപ്പൂരം, അത് സോളിഡ് ആണ്. അതിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഗ്യാസ് ആയിട്ട് മാറാൻ പറ്റും അല്ലേ? ഡയറക്റ്റ് ആയിട്ട് അത് വേപ്പർ ആയിട്ട് മാറും. പക്ഷെ സാൻഡ് അങ്ങനെ ചെയ്യത്തില്ല. അപ്പം രണ്ടിനും രണ്ട് പ്രോപ്പർട്ടിയാണ്. അപ്പം ഒരാൾ സബ്ലൈമബിൾ ആയിരിക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തു ചെയ്യണം? ഈ ഒരു മിക്സ്ചർ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു മിക്സ്ചർ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഇതുപോലെ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ഒരു ചൈന ഡിഷ് അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിലാണ് എന്തുള്ളത്? നമ്മുടെ സാൻഡിൻ്റെയും ക്യാംഫറിൻ്റെയും മിക്സ്ചർ നമ്മൾ ഈ ഒരു വെസലിൽ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ഫണൽ ഇൻവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇൻവേർട്ടഡ് ഫണൽ അല്ലേ? അപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഇൻവേർട്ട് ചെയ്ത് വെക്കുക. മുകളിൽ ഒരു കോട്ടൺ പ്ലഗ് ഒക്കെ വെക്കണം. എന്താ? ഇവിടുന്ന് വേപ്പർ, നമ്മുടെ ഈ ഒരു വെസലിൽ നിന്ന് വേപ്പറായിട്ട് പോകുന്ന ആ ഒരു ക്യാംഫർ പുറത്തേക്ക് പോകരുത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. എന്നാലേ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കോട്ടൺ പ്ലഗ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു സാൻഡ് ക്യാംഫർ മിക്സ്ചറിലെ ക്യാംഫർ മാത്രം എന്ത് ചെയ്യും? ക്യാംഫർ മാത്രം വേപ്പറായിട്ട് ഈ ഫണലിലൂടെ പോകും, ഈ ഫണലിലേക്ക് പോകും. സാൻഡ് അവിടെ തന്നെ കിടക്കും. അങ്ങനെ നമ്മൾ കുറേ അങ്ങ് ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പിന്നെ ആ ഹീറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. കൂൾ ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യുക. കുറച്ച് നേരം കൂൾ ചെയ്യാൻ വെക്കുക. അപ്പൊ കൂൾ ചെയ്യാൻ വെക്കുമ്പോൾ ഈ ഗ്യാസ് ആയ ആളൊക്കെ എന്താകും? തിരിച്ച് സോളിഡ് ആകും. ഗ്യാസ് ആയ ആൾ എന്തായിട്ട് മാറും? തിരിച്ച് സോളിഡ് ആകും. അപ്പൊ ഗ്യാസ് ആയിട്ട് ഇവർ ഈ ഫണലിലേക്കാണ് പോയത്. ആര്? സബ്ലൈമബിൾ ആയിട്ടുള്ള ക്യാംഫർ. അപ്പൊ ഈ ഗ്യാസ് ആയ ക്യാംഫർ കൂള് ചെയ്ത് കഴിയുമ്പോൾ എന്താകും? അത് സോളിഡ് ആയിട്ട് ഈ ഫണലിന്റെ സർഫസിൽ, ഓക്കെ, വാളിൽ എന്താകും? സോളിഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഡെപ്പോസിറ്റ് ആകും. ആ ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ ഈ ഫണലിൽ നമുക്ക് ക്യാംഫറിനെയും കളക്ട് ചെയ്യാം. ഈ ഒരു ഈ ഒരു കണ്ടെയ്നർ അല്ലെ, ഈ ഒരു ചൈന ഡിഷിൽ നമ്മുടെ സാൻഡും ഉണ്ടാകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സാൻഡിനെയും ക്യാംഫറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. സോ ക്യാംഫർ അണ്ടർഗോ സബ്ലിമേഷൻ, ദാറ്റ് ഇസ് ഇറ്റ് ചേഞ്ചസ് ഡയറക്ട്ലി ഫ്രം solid to vapor on heating. On cooling, the vapors deposit back a solid camphor. Sand does not sublime and remains behind. So, hence, camphor is separated from sand by sublimation. So, if you are getting a mixture containing sand and camphor, you need to understand that the separation technique that we need to use there is what? Sublimation. Why? Because camphor is sublimable while sand is not sublimable. Okay, മനസ്സിലായോ ഒരു process? And what is sublimation? Sublimation is the conversion of solid directly into gas. Okay, solidനെ gas ആയി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അലോയ്. അലോയ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഫ് ഐ എം ആസ്കിങ് യു, ക്യാൻ യു മിക്സ് അയൺ ആൻഡ് കോപ്പർ ഓർ ക്യാൻ യു മിക്സ് അയൺ ആൻഡ് കാർബൺ? മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? രണ്ടും സോളിഡ്സ് ആണല്ലേ. ഈ രണ്ട് സോളിഡ്സിനെയും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് ഫസ്റ്റ് എന്താ വരിക? ദേ വിൽ ഫോം എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ അല്ലേ. രണ്ട് സോളിഡ്, ഇപ്പം ഞാൻ കുറച്ച്
കോപ്പറും കുറച്ച് സിങ്കും ഞാൻ എടുത്ത് മിക്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറച്ച് കോപ്പറും ഗോൾഡും എടുത്ത് ഞാൻ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും യെസ് ദേ വിൽ ഫോം എ ഹെട്രോജീനിയസ് മിക്സ്ചർ. അവർക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഈ മെറ്റൽസിനെ നന്നായി മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കി കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും നമുക്ക് ഹോമോജീനിയസ്ലി മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലോയി എന്ന് പറയുന്നത്. സോ വാട്ട് ആർ alloys? Alloy എന്ന് പറയുന്നത് it is a homogeneous mixture of two or more metals or a metal and a non-metal. അതിനാണ് നമ്മൾ എന്ത് പറയാ, alloy എന്ന് പറയുന്നത്. So first of all keep in your mind that alloy is a homogeneous mixture of metal and metal or metal and a non-metal. ഇനി നമ്മൾ ആക്ച്വലി എന്തിനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെറ്റൽസിനും പല പല പ്രോപ്പർട്ടീസ് ആയിരിക്കും. ചിലപ്പോൾ ഒരാൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഇപ്പം അയൺ അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിലും അയണിന് എന്താ കൊറോഷനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, റസ്റ്റിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ക്രോമിയം നിക്കലൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ അയണിൻ്റെ സ്ട്രെങ്ത്തും കിട്ടും, എന്നാൽ കൊറോഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റൽസ് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് കിട്ടും. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻസിന്. ഓക്കെ, അപ്പോൾ അതിൽ എക്സാമ്പിൾ ആണ് നിങ്ങൾ ബ്രാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും മിക്സ്ചറാണ്. അതായത് 80% കോപ്പറും 20% സിങ്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാസ് കിട്ടും. ഇനി ബ്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 80% കോപ്പർ ആൻഡ് 20% ടിൻ. ഇത് നിങ്ങൾ ഓർക്കണം, ബ്രോൺസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ മെറ്റൽസ് ആണുള്ളത്, കോപ്പറും ടിന്നുമാണ്. ബ്രാസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ മെറ്റൽസ് ആണുള്ളത്, കോപ്പറും സിങ്കുമാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി എന്താ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണല്ലേ അടുത്തത് വരുന്നത്. കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ എത്ര വർഷം എടുത്തു കഴിഞ്ഞാലും എന്തെടുക്കില്ല, തുരുമ്പായി പോകത്തില്ല, റസ്റ്റിംഗ് അതിൽ സംഭവിക്കില്ല. പക്ഷെ അതിലുള്ളത് അയൺ തന്നെയാണല്ലേ. അയൺ നന്നായിട്ട് റസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റലാണ്, കൊറോഷൻ നടക്കുന്ന ഒരു മെറ്റലാണ് അയൺ. പക്ഷെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അത് നടക്കുന്നില്ല. കാരണം എന്താ, ഇവിടെ അയണിൻ്റെ കൂടെ എലമെന്റ്സ് ആയിട്ടുള്ള കാർബൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്, അതുപോലെ മോളിബ്ഡീനം ഉണ്ട്. അപ്പം ഇവരൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മുടെ സ്റ്റീലിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അയണിൻ്റെ കൂടെ ഈ മെറ്റൽസ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നോൺ മെറ്റൽ ആയിട്ടുള്ള കാർബൺ അത്യാവശ്യം സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും വരുന്നത്. അല്ലാതെ അയൺ മാത്രമായി കഴിഞ്ഞാൽ അതിന് ആ പ്രോപ്പർട്ടീസ് കിട്ടത്തില്ല. അപ്പം ഇതിനെയാണ് നമ്മൾ പറയുന്നത് അലോയ് എന്ന് പറയുന്നത്. ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് അലോയ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഈ അലോയ്സിനെ നമുക്ക് സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ക്രിസ്റ്റലൈസേഷൻ, അതൊന്നും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോയ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അലോയ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് മോസ്റ്റ്ലി കെമിക്കൽ മെത്തേഡ്സ് തന്നെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി സസ്പെൻഷൻ എന്താണ്? ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കൂടുതലായിട്ടും സൊല്യൂഷൻസിനെ പറ്റിയാണ് അല്ലേ. ഒരു ട്രൂ സൊല്യൂഷൻ, സൊല്യൂട്ടും സോൾവെൻറ്റുമുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായി കണ്ടത് മിക്സ്ചേഴ്സിൽ, ഹോമോജീനിയസിൽ. പിന്നെ നമ്മൾ ഹെട്രോജീനിയസ് കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഇനി മക്കളെ ഈ സസ്പെൻഷൻ എന്താ സാധനം എന്ന് നമുക്കൊന്ന് നോക്കാം. സസ്പെൻഷൻ, ഓക്കെ, സസ്പെൻഷൻ മറ്റേ സസ്പെൻഷൻ അല്ല, ഇത് നമ്മുടെ കെമിസ്ട്രിയിലെ സസ്പെൻഷൻ ആണ്. സോ ഇപ്പോൾ ഞാൻ മഡി വാട്ടർ എന്നൊക്കെ പറഞ്ഞല്ലേ, സോയിലും വാട്ടറും അല്ലെങ്കിൽ സാൻഡും വാട്ടറും മിക്സ് ചെയ്യുന്നു, അതൊരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, മറിച്ച് അതെന്താണ്, സസ്പെൻഷൻ ആണ്. കാരണം ഇറ്റ് ഈസ് എ ഹൈഡ്രോജീനിയസ് മിക്സ്ചർ ഇൻ വിച്ച് ദ സോളിഡ് പാർട്ടിക്കിൾസ് ഡു നോട്ട് ഡിസോൾവ് ബട്ട് റിമെയിൻ സസ്പെൻഡഡ് ത്രൂ ഔട്ട് ദ ബൾക്ക് ഓഫ് ദ മീഡിയം ആർ കോൾഡ് സസ്പെൻഷൻ. അതായത് ആക്ച്വലി ഇവിടെ എന്താണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഹോമോജീനിയസ് ആയിരുന്നു, പക്ഷേ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഹെഡ്രോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ ആണ്. ആൻഡ് ഇവിടെ എന്താണ്, നമ്മുടെ സൊല്യൂട്ട് കംപ്ലീറ്റ്ലി സോൾവെന്റിൽ എന്താകില്ല, ഡിസോൾവ് ആകില്ല. ഇങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് മഡി വാട്ടർ അല്ലേ, ഒരു സസ്പെൻഷനാണ്. നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സാൻഡ് പാർട്ടിക്കിൾസിനെ വിസിബിളി കാണാൻ വേണ്ടി പറ്റും. പക്ഷേ സൊല്യൂഷനിൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ സൊല്യൂട്ട് കാണാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ സോൾട്ട് വാട്ടറിൽ നമ്മൾ എത്ര ക്ലിയർലി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ സോൾട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സസ്പെൻഷനിൽ നമുക്കത് കാണാം. അപ്പോൾ ഇതിൽ മഡ് നമുക്ക് കാണാൻ പറ്റും, ചോക്ക് പൗഡർ ഇൻ വാട്ടർ, അതിൽ ചോക്ക് പൗഡർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഫ്ലോർ ഇൻ വാട്ടർ, അതിൽ ഫ്ലോർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക, സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, സസ്പെൻഷൻ എന്താണ്, ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സ് ആണ്. അവിടെ സൊല്യൂട്ട് എന്ത് ചെയ്യില്ല, സോൾവെന്റിൽ ഡിസോൾവ് ആകത്തില്ല.
അപ്പോൾ സസ്പെൻഷനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യുക? വി യൂസ് സെൻട്രിഫ്യൂഗേഷൻ. എന്താ നമ്മൾ യൂസ് ചെയ്യുക? സെൻട്രിഫ്യൂഗേഷൻ. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുക കൊയാഗുലേഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് സസ്പെൻഷനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ 2 ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം സെൻട്രിഫ്യൂഗേഷനും രണ്ടാമത് വരുന്നത് എന്താണ്? കൊയാഗുലേഷനും. എന്താണ്? സെൻട്രിഫ്യൂഗേഷനും രണ്ടാമത് വരുന്നത് എന്താണ്? കൊയാഗുലേഷനും. എന്താണ് ഇതെന്ന് നോക്കാം. ഈ സെൻട്രിഫ്യൂഗേഷൻ അത്ര എന്താ പറയുക പുതിയതായിട്ടൊന്നുമല്ല. ഈ മെഷീൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ ലബോറട്ടറിയിൽ ഈ ഒരു സെൻട്രിഫ്യൂഗിങ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇതിൽ നമ്മൾ എന്തെടുക്കുവാണ്? ഒരു വെസലിൽ നമ്മൾ നമ്മുടെ സെൻട്രിഫ്യൂഗ് ചെയ്യേണ്ട ഹെട്രോജീനിയസ് മിക്സ്ചർ, സസ്പെൻഷൻ ആയിക്കോട്ടെ കോളോയിഡ് ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ നമ്മളത് എടുക്കുകയാണ്, ഹെട്രോജീനിയസ് മിക്സ്ചറിനെ എടുക്കുകയാണ്. അപ്പം എന്താണ്? ബ്ലഡ് അല്ലേ? ബ്ലഡ് ആണ് നമ്മൾ മോസ്റ്റ്ലി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പം ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലഡിനെ ഇതിലങ്ങ് എടുക്കുവാണ്. ഈ ഒരു ഇതിലെടുക്കുന്നു, ബ്ലഡിനെ എടുക്കുന്നു. ബ്ലഡിനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നന്നായിട്ട് ഇങ്ങനെ കറങ്ങും. ഈ ഒരു മെഷീൻ ഇതിൻ്റെ ഉള്ളിൽ എന്താകും? നന്നായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ആ സ്പീഡ് ഓഫ് റൊട്ടേഷൻ അല്ലെ, അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഒരു ഫോഴ്സ് കാരണം ഇതിലെ എന്താണ് സോളിഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ആകുന്നതായിട്ട് കാണാം. മുകളിൽ ആ ഒരു വാട്ടർ ലിക്വിഡ് ആയിട്ടുള്ള ആൾ മുകളിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ബ്ലഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സ്, WBC, RBC പോലെയുള്ള ആളുകളെ നമുക്ക് താഴെ കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ പ്ലാസ്മ എന്ത് ചെയ്യും? മുകളിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മഡി വാട്ടർ ആണെങ്കിൽ അതിലെ മഡ് കംപ്ലീറ്റ്ലി, ആ സോയിൽ കംപ്ലീറ്റ്ലി താഴെ സെറ്റിലാകും, വാട്ടർ മാത്രമേ മുകളിൽ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ. ഇവിടെ വരുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ ഇസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഫ്രം എ ലിക്വിഡ് ബൈ റാപ്പിഡ് സ്പിന്നിങ്. So the denser particles settle at the bottom as sediment while the clear liquid remains on the top as supernatant. മുകളിൽ വരുന്നതിന് നമ്മൾ supernatant എന്നും താഴെ ഡെപ്പോസിറ്റ് ആകുന്ന ഡെൻസർ സാധനത്തിന് നമ്മൾ സെഡിമെന്റും എന്നുമാണ് പറയുന്നത്. So it works based on the difference in densities of the compound. അപ്പോൾ ഇവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഡെൻസിറ്റി ഡിഫറൻസ് ആണ് അല്ലേ? ഇറ്റ് വർക്ക്സ് വാട്ട് ഓൺ ദി ബേസിസ് ഓഫ് ഡിഫറൻസ് ഇൻ ഡെൻസിറ്റീസ് ഓഫ് ദ കോമ്പോണന്റ്. എക്സാമ്പിൾ എന്താണ്? വി ക്യാൻ സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്, ബ്ലഡ് സെൽസ്, ഓക്കെ, ഫ്രം പ്ലാസ്മ. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മക്കളെ ഇവിടുന്നൊക്കെ ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ പറയും രാമു വാണ്ട്സ് ടു സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്, ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ഡു ദിസ്? എന്താണ്? സെൻട്രിഫിക്കേഷൻ ചെയ്താൽ മതി എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ രീതിയിലായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ടെക്നിക്ക്. അടുത്ത ടെക്നിക്ക് കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഒരു പക്ഷേ സ്വിമ്മിംഗ് പൂളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകും ഒരു പൗഡർ, ആലം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് അതിലേക്ക് കിട്ടും. ഓക്കെ, ആലം അല്ലെങ്കിൽ എപ്സം സോൾട്ട്, ആലമാണ് മോസ്റ്റ്ലി നമ്മൾ കൊണ്ടുവന്നിടുക അല്ലേ? ആലം കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു 24 hours ഒക്കെ ചിലവർ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 12 hours വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആലത്തിൻ്റെ കൂടെ കുറേ ഡേർട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇങ്ങനെ മിക്സ് ചെയ്ത് കൊയാഗുലേറ്റ് ചെയ്ത് താഴെ പോയി സെറ്റിലാകുന്നതായിട്ട്. ഈ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇതിപ്പോൾ മഡി വാട്ടർ ആണ് അല്ലേ? മഡി വാട്ടറിൽ നമ്മൾ കുറച്ച് ആലം പൗഡർ മിക്സ് ചെയ്യാണ്. ആലം പൗഡർ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആലവും അതിലെ മഡും കൂടെ എന്താകും? കൊയാഗുലേറ്റ് ചെയ്യും, മിക്സ് ആകും. അങ്ങനെയുള്ള ആ ഒരു മിക്സ്ചർ, കൊയാഗുലേറ്റഡ് ആയിട്ടുള്ള സാധനം താഴെ വന്ന് ഡെപ്പോസിറ്റ് ആകും, മുകളിൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള വാട്ടറിനെയും കിട്ടും. ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? കൊയാഗുലേഷൻ. So coagulation is the process of
സെറ്റിലിംഗ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ കൊളോയിഡ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, നമ്മളിപ്പോൾ കൊളോയിഡ് അടുത്തത് തന്നെ പഠിക്കും. നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, കൊളോയിഡ് ഉണ്ട്. ഓക്കെ, കൊളോയിഡ്സ് നമ്മൾ സെൻട്രിഫിക്കേഷൻ ആൻഡ് ക്രിയാക്കുലേഷൻ യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യാറ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ബൈ ആഡിങ് എ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ്, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ആലമാണ് ആഡ് ചെയ്യുന്നത്. നമുക്കതുപോലെ ഓരോ ഇതിനും സെപ്പറേറ്റ് ചെയ്യുന്ന സാധനം അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. The electrolyte neutralizes the charge on colloidal particles. അതായത് ഇപ്പോൾ മടി വാട്ടറിൻ്റെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്താണ് അവർ എന്താ പറയുക ക്രിയാഗുലേറ്റ് ചെയ്ത് സെറ്റിൽ ആകുന്നത്. അത്രയും ഡീപ്പായിട്ടൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ പാർട്ടിക്കിൾസ് വിൽ അഗ്രിഗേറ്റ്, അതായത് അവർ എന്ത് ചെയ്യും? ദേ വിൽ ക്ലം ടുഗെദർ ആൻഡ് ദേ വിൽ സെറ്റിൽ ഡൗൺ. എക്സാമ്പിൾ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ യൂസിങ് ആലം, മോസ്റ്റ്ലി സ്വിമ്മിംഗ് പൂളാണ്. ഇതും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ രീതിയിൽ ചോദിക്കാം. ലൈക്ക് ദിസ് വാട്ട്, രാധ ഫൗണ്ട് ദാറ്റ് ഹെർ സ്വിമ്മിംഗ് പൂൾ ഈസ് വെരി ഡേർട്ടി, അല്ലേ? ഭയങ്കര ഡേർട്ടി ആയിട്ടിരിക്കുകയാണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഇംപ്യൂരിറ്റീസ്. സോ ഹൗ ഡസ് ഷീ ക്ലീൻ ഇറ്റ്, അല്ലെ? എങ്ങനെയാണ് അവൾ അത് ക്ലീൻ ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഫിൽട്ടർ ചെയ്താലൊന്നും ആ ഒരു ഡേർട്ട് പോകില്ലാത്ത കേസാണ്. ഒരുപാട് പൊടിയും സാൻഡ് പാർട്ടിക്കിളും മഡ് പാർട്ടിക്കിളും ഒക്കെ ഉണ്ടെങ്കിൽ വാട്ട് ഷീ ക്യാൻ യൂസ് ദിസ് ആലം, അല്ലേ? ആലം, അതായത് നമ്മുടെ ഈ ക്രിയാഗുലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഷീ ക്യാൻ ആഡ് ആലം പൗഡർ ഇൻ ടു ദ സ്വിമ്മിംഗ് പൂൾ. ഷീ ക്യാൻ വെയിറ്റ് ഫോർ ഫ്യൂ അവേഴ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷീ ക്യാൻ സീ ദാറ്റ് all the muddy or the dirt particle is getting coagulated with the added alum and hence it what settle down. അപ്പോൾ ഈ സെറ്റിൽ ഡൗൺ ആയിട്ടുള്ള ആ ഒരു അഗ്രിഗേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? റിമൂവ് ചെയ്താൽ മതി. സോ ഷീ വിൽ ഗെറ്റ് എ വെരി പ്യുവർ വാട്ടർ. വാട്ടർ നല്ല ക്ലീൻ ആകും. ഇപ്പോൾ വാട്ടർ ചിലപ്പം സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല മടിയായിട്ട് ആ ഒരു നല്ല പ്യുവർ ലുക്കില്ലാതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ക്ലീൻ ആകും. നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഡീപ്പ് അണ്ടർ ഗ്രൗണ്ട് വരെ വളരെ ക്ലിയർലി വിസിബിൾ ആകുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ക്രിയാഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി മിസ് അവിടെയൊക്കെ കൊളോയിഡ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തല്ലേ ഇപ്പോൾ ക്രിയാഗുലേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലഡ് കണ്ടു. ബ്ലഡ് ഒരു സൊല്യൂഷൻ ആണോ, ഒരു സസ്പെൻഷൻ ആണോ, ഒരു കൊളോയിഡ് ആണോ എന്ന് എപ്പോഴും ഡൗട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്, അല്ലേ? ബ്ലഡ് ശരിക്കും ഒരു കൊളോയിഡ് ആണ് കേട്ടോ. ബ്ലഡ് എന്താണ്? ബ്ലഡ് ഒരു കൊളോയിഡ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ബ്ലഡ് ഇസ് എ മിക്സ്ചർ വിച്ച് കണ്ടെയ്ൻസ് ബ്ലഡ് സെൽസ്, ബ്ലഡ് പ്ലാസ്മ. അപ്പം അതെന്താണ്? അതൊരു ട്രൂ സൊല്യൂഷനും അല്ല, ഒരു ട്രൂ സസ്പെൻഷനും അല്ല, ബട്ട് ഇറ്റ് ഈസ് എ കൊളോയിഡ്. പിന്നെ വേറെ എക്സാമ്പിൾ ആണ് ഐസ്ക്രീം ഒരു കൊളോയിഡ് ആണ്, മിൽക്ക് ഒരു കൊളോയിഡ് ആണ്. മിൽക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇറ്റ് ഈസ് എ ട്രൂ സൊല്യൂഷൻ, അല്ലേ? അതിൽ പല ആളുകൾ നമുക്ക് വേർതിരിച്ചൊന്നും കാണാൻ പറ്റാത്ത പോലെ തോന്നുമ്പോൾ നമ്മളത് ട്രൂ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കും. പക്ഷെ മിൽക്കും എന്താണ്? ഒരു കൊളോയിഡ് ആണ്. മിൽക്കിൽ നിന്ന് ഫാറ്റ് ക്രീമൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കത്തില്ലേ? അതുകൊണ്ട് തന്നെ അപ്പോൾ കൊളോയിഡ് എന്ന് പറയുന്നതും ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ ഓർക്കുക, സൊല്യൂഷൻ ഹോമോജീനിയസ് ആയിരുന്നു, സസ്പെൻഷനും കൊളോയിഡും എന്താണ്? ഹെറ്ററോജീനിയസ് ആണ്. The size of particles of a colloid is too small to be individually seen by naked eyes. നമ്മുടെ naked eyes കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് അത്ര എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ കൊളോയിഡ്സ് ആർ ബിഗ് ഇനഫ് ടു സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ഇറ്റ് ആൻഡ് മേക്സ് ഇറ്റ്സ് പാത്ത് വിസിബിൾ. എന്ത് ചെയ്യുന്നു? അതിൻ്റെ പാത്ത് വിസിബിൾ ആക്കുന്നു. അതായത് ഇപ്പം നിങ്ങളൊരു കൊളോയിഡ് എടുക്കുകയാണ്, എന്നിട്ട് കൊളോയിഡിലൊരു ടോർച്ച് ലൈറ്റ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്ത്? അതിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒക്കെ നല്ല വിസിബിളായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മീൻസ് അതിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. അപ്പോൾ ആ ലൈറ്റിൻ്റെ പാത്ത് നിങ്ങൾക്ക് ക്ലിയർലി എന്താകും? വിസിബിൾ ആകും. ഇനി they do not settle down when left undisturbed. That is, a colloid is quite stable. ഇപ്പോൾ സസ്പെൻഷൻ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മഡി വാട്ടറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? മഡ് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും, അല്ലേ? പക്ഷെ കൊളോയിഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. കൊളോയിഡ് എന്ത് ചെയ്യില്ല? അടിയിൽ വന്നിട്ട് സെറ്റിൽ ആകത്തില്ല. ഓക്കെ, എന്ത് ചെയ്യില്ല? സെറ്റിൽ ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ടിൻഡൽ ഇഫക്റ്റ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഒരു കൊളോയിഡിൽ എന്താണ്? ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ ലൈറ്റ് സ്കാറ്റർ ചെയ്യും, അല്ലേ? ആര്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മുടെ ലൈറ്റിനെ എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യുമെന്ന് മിസ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ആ ഒരു ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. എന്താണ്? Tyndall effect. That is, the scattering of light by particles is known as the Tyndall effect. The scattering of particles by the scattering of light by particles is known as the Tyndall effect. അതിനെയാണ് നമ്മൾ എന്ത് പറയുക?
ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങളിത് എവിടെയാ ടിൻഡൽ ഇഫക്റ്റ് കാണുന്നേ? എവിടെയെല്ലാം നിങ്ങൾക്ക് ടിൻഡൽ ഇഫക്റ്റ് കാണാം? ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഒരു റൂം തുറക്കുകയാണ്. ഓക്കെ, ഒരു റൂമിൽ ഒരു ചെറിയൊരു വെന്റിലേഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു വെന്റിലേഷനിലൂടെ ലൈറ്റ് ഇങ്ങനെ കടന്നു വരുമ്പോൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നത് അല്ലേ, ആ ലൈറ്റിനെ. ഇത് ആക്ച്വലി എന്താണ്? ടിൻഡൽ ഇഫക്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഈ ഫോറസ്റ്റിലൊക്കെ എന്താണ്, നമ്മുടെ മിസ്റ്റ്, അറ്റ്മോസ്ഫിയറിലുള്ള മിസ്റ്റിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്താകും? സ്കാറ്റർ ആകും ഇൻ ദ പ്രസൻസ് ഓഫ് ദിസ് ലൈറ്റ് സ്കാറ്റർ ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയും? ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയും. ദിസ് ഇസ് നോൺ ആസ് കനോപ്പി കേട്ടോ. ഈ ഒരു ഫോറസ്റ്റിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇതിനെ നമ്മൾ കനോപ്പി എന്നൊക്കെയാണ് പറയുക. അപ്പം എന്താണ് ടിൻഡൽ ഇഫക്റ്റ്? എന്താണെന്ന് മനസ്സിലായല്ലോ? ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ് ഇസ് നോൺ ആസ് വാട്ട്? ടിൻഡൽ ഇഫക്റ്റ്. അപ്പം ടിൻഡൽ ഇഫക്റ്റ് മോസ്റ്റ്ലി കൊളോയിഡ്സും സസ്പെൻഷനും കുഴപ്പമില്ലാതെ അത് കാണിക്കാറുണ്ട്. ഓക്കെ, CBSE ക്ലാസ് 9th സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒത്തിരി കൺഫ്യൂഷൻസും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ്, എനിക്കറിയാം. ബിക്കോസ് എന്താണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയല്ലേ? സയൻസിൽ തന്നെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന പുതിയൊരു ടെക്സ്റ്റാണ് നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മിസ്സേ നമുക്ക് റെഫർ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും കോണ്ടൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറേ കൺഫ്യൂഷൻസിലായിരിക്കും നിങ്ങൾക്ക് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ വെറുതെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട്? എജുപോർട്ട് ഇവിടെയുണ്ട്. സോ നമ്മുടെ CBSE ക്ലാസ് 9th സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയാണ് മിസ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളിവിടെ 95+ CBSE പവർ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ജൂലൈ 20th ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ടീമായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ്, സബ്ജക്ട് വൈസ് ക്ലബ്, കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ടാകും. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടാതെ 10 more ഫീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, ഇപ്പോഴേ തന്നെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഓൾമോസ്റ്റ് ഒരു ബിഗിനിങ് ഓഫ് അക്കാഡമിക് ഇയർ ആണല്ലേ. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിലി ക്ലാസ് 9th എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മക്കളെ, നിങ്ങൾ ക്ലാസ് 9th പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, CBSE ഇയർലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവരുടെ കോണ്ടന്റ് വൈസ് ആണെങ്കിലും എക്സാം പാറ്റേൺ ആണെങ്കിലും ഈവൻ പാസ് മാർക്കിൽ വരെ എന്തുണ്ട്, ഈ ഒരു വർഷം ഡിഫറൻസ് വന്നിട്ടുണ്ട്. അവരുടെ ഇവാലുവേഷൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലേ, ഒരു പാരഗ്രാഫ് കിട്ടി അത് ബൈ ഹാർട്ട് ചെയ്യുന്നു, പോയി എഴുതുന്നു, അതിന് നടക്കത്തില്ല. കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് സ്പെഷ്യൽ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിയേ തീരും. അത് നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളെ എക്സ്പേർട്ട് ആക്കും എന്ത്, ഈ ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് 9th എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമുക്കൊരു ഓഫർ ഉണ്ട്, വെരി സ്പെഷ്യൽ പ്രൈസ് 8,999. ആൻഡ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 500 സ്റ്റുഡൻസിനാണ് എന്ത്, ഈ ഒരു ഓഫർ കിട്ടുക. അത് മാത്രമല്ല മക്കളെ, നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് ഫ്രീ മാത്സ് ബേസിക്സ്, ഫ്രീ ഇംഗ്ലീഷ് ബേസിക്സ്, ഫ്രീ ഹിന്ദി ബേസിക്സ്. എസ്പെഷ്യലി മാത്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ എന്താണ്, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഈവൻ 9th എത്തുമ്പോൾ നിങ്ങൾ 8th വരെ ഫോളോ ചെയ്ത പോലെയല്ല, 9th കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് മാത്സ്. സിൻസിയർലി പറയുകയാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ 8th വരെ പഠിക്കാതെ ആടിപ്പാടി നടന്ന കുട്ടികൾക്കൊക്കെ ബേസ് ഇല്ലാതെ 9th വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് അല്ലേ, അതായത് 8th നിന്ന് 9th വരുമ്പോൾ ആ ബേസിക്സിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 9th മാത്സ് വളരെ ഈസി ആകും. 9th മാത്സ് ഈസി ആയാലും 9th കൂടുതൽ ഉപകാരപ്പെടുക എവിടെയാണ്, നിങ്ങൾ 10th ബോർഡ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ, അവിടെ നിങ്ങൾ ബോർഡ് എക്സാം വളരെ ഈസിലി അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു 95% എബോവ് മാർക്ക് 10th സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാം. മാത്സ്
മാത്സ് മാത്രമല്ല ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ബേസിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു കോഴ്സാണ്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വളരെ ലിമിറ്റഡ് സീറ്റ്സ് പ്ലസ് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അല്ലേ. നമ്മൾ ജൂലൈ 20th ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് അറിയും. ഈ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ പുതിയതായിട്ട് വരുന്ന ഇൻഫർമേഷൻസ്, ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് കോണ്ടന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളോ, അതല്ലെങ്കിൽ തന്നെ വേറെ പല ഇൻഫർമേഷൻസും ക്ലാസ് 9 CBSE റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ചാനലിൽ എന്ത് ചെയ്യും, പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചാനലിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. സോ താഴെ കാണുന്ന ലിങ്കിൽ പോയിട്ട് ഓടിപ്പോയി രജിസ്റ്റർ ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വരുന്ന എന്താ പറയുക, അപ്ഡേറ്റഡ് ആയിരിക്കും നിങ്ങൾ നന്നായിട്ട് തന്നെ. അതായത് എല്ലാ ഇൻഫോർമേഷൻസും ക്ലാസ് 9 റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തൊക്കെ അപ്ഡേറ്റ്സ് ആണോ നിങ്ങൾക്കുള്ളത് അതെല്ലാം അതിൽ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വാട്സപ്പ് ചാനലിലും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യുക. സോ നമ്മൾ ടിൻഡൽ എഫക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായിരുന്നു ടിൻഡൽ ഇഫക്റ്റ്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ് അല്ലേ, അതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഇപ്പം ടിൻഡൽ എഫക്റ്റിന്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 എക്സാമ്പിൾ ഓർത്തിരിക്കുക. അപ്പം തന്നെ ടിൻഡൽ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും. മോസ്റ്റ്ലി കൊളോയിഡ്സും അതുപോലെ തന്നെ സസ്പെൻഷൻ കുറച്ചുകൂടി വലിയ പാർട്ടിക്കിൾസ് ആണ് അല്ലേ. കൊളോയിഡിനേക്കാൾ വലിയ പാർട്ടിക്കിളാണ് സസ്പെൻഷനിലുള്ളത്. കൊളോയിഡിൽ കുറച്ചും കൂടി ചെറുതാണ്. പക്ഷേ ട്രൂ സൊല്യൂഷനിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ട്രൂ സൊല്യൂഷൻ നമുക്ക് ടിൻഡൽ എഫക്റ്റ് തരില്ല. ഒരു ട്രൂ സൊല്യൂഷനിൽ നിങ്ങളൊരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എന്ത് ചെയ്യില്ല, അതിലൂടെ പാസ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ സസ്പെൻഷനിലൂടെയാണ് ലൈറ്റ് കടത്തി വിടുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും, അവിടെ നിങ്ങൾക്ക് ആ ലൈറ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇനി കൊളോയിഡ് ആണെങ്കിൽ അതിലും എന്തുണ്ടാകും, ലൈറ്റ് കാണും. ലൈറ്റ് വിസിബിൾ ആയിരിക്കും. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അതിലും നടക്കും. അപ്പോൾ ഓർക്കുക, സൊല്യൂഷൻസ് എന്ത് നമുക്ക് തരില്ല, ടിൻഡൽ ഇഫക്റ്റ് തരത്തില്ല. So scattering of light occurs when it passes through a colloid or a suspension, but not when it passes through a transparent solution. ഒരു ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റില്ല, ടിൻഡൽ ഇഫക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിക്കോസ് ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകത അതിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഭയങ്കര ചെറുതാണ്. ഇറ്റ്സ് വെരി സ്മോൾ. അപ്പോൾ അത്രയും സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈറ്റിന് സ്കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സൊല്യൂഷനെയും സസ്പെൻഷനെയും കൊളോയിഡിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഫുള്ള് സൊല്യൂഷനെ കുറിച്ചും സസ്പെൻഷനെ കുറിച്ചും കൊളോയിഡിനെ കുറിച്ചുമാണ്. അപ്പോൾ ഫൈനലി നമുക്ക് എന്തിനുള്ളൊരു എബിലിറ്റി വേണം, വി ഷുഡ് ബി ഏബിൾ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദം ബേസ്ഡ് ഓൺ വാട്ട്, നേച്ചർ, പാർട്ടിക്കൽ സൈസ്, വിസിബിലിറ്റി, സെപ്പറേഷൻ ബൈ ഫിൽട്രേഷൻ, സെറ്റിലിംഗ്, ടിൻഡൽ എഫക്റ്റ്. അപ്പോൾ ആദ്യം നേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ സൊല്യൂഷൻ ഹോമോജീനിയസ് ആയിരുന്നു. പക്ഷേ സസ്പെൻഷനും കൊളോയിഡും എന്താണ്, ഹെട്രോജീനിയസ് ആണ്. കൊളോയിഡ് ഇറ്റ് മേ അപ്പിയർ ലൈക്ക് വാട്ട്, ഹോമോജീനിയസ് അല്ലെ. ഇപ്പം മിൽക്കൊക്കെ ഹോമോജീനിയസ് പോലെ തോന്നും, ബ്ലഡ് ഒക്കെ ഹോമോജീനിയസ് പോലെ തോന്നും. പക്ഷെ ഇറ്റ് ഈസ് ഇൻ റിയാലിറ്റി വാട്ട്, ഹെട്രോജീനിയസ്. അപ്പം അത് ഓർത്തിരിക്കുക. രണ്ടാമത് പാർട്ടിക്കിൾ സൈസ്. നമ്മുടെ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ സൈസ് ഭയങ്കര ചെറുതാണ്. ഇറ്റ് ഈസ് വാട്ട്, ലെസ് ദാൻ 1 നാനോമീറ്റർ. അപ്പോൾ നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ സസ്പെൻഷൻ്റെ എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. ഭയങ്കര വലുതാണ് അല്ലേ. സൊല്യൂഷനെ വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ ഭയങ്കര വലുതാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റും. കൊളോയിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ. ഇതിൻ്റെ രണ്ടിൻ്റെയും ബിറ്റ്വീൻ ആണ് എന്ത്, കൊളോയിഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിസിബിലിറ്റി. ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ, ഇറ്റ് ഇസ് വിസിബിൾ, ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐസ്. നമുക്ക് നേക്കഡ് ഐസ് വെച്ച് കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ഫിൽട്രേഷൻ. സൊല്യൂഷൻ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സോൾട്ട് വാട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. പക്ഷെ സസ്പെൻഷൻ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം അല്ലേ. ഇപ്പോൾ സാൻഡും വാട്ടറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്ത് സാൻഡിനെയും വാട്ടറിനെയും മിക്സ് ചെയ്യാൻ പറ്റും. സസ്പെൻഷൻ അങ്ങനെ ഫിൽട്രേഷൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷെ കൊളോയിഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മിൽക്ക് എടുത്തിട്ട് മിൽക്കിലുള്ള ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഫിൽട്രേഷൻ യൂസ് ചെയ്ത്? പറ്റില്ല. അവിടെ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുക? ഒന്നെങ്കിൽ നമുക്ക് സെൻട്രിഫിക്കേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൊയാഗുലേഷൻ യൂസ് ചെയ്യാം. അത് നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുക. ഇനി സെറ്റിലിങ്.
ത്രൂ സൊല്യൂഷൻ സെറ്റിൽ ആകുമോ? സോൾട്ടും വാട്ടറും നമ്മൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ, എത്ര മണിക്കൂർ, എത്ര ഹവേഴ്സ്, എത്ര ഡേയ്സ് വെച്ച് കഴിഞ്ഞാലും സോൾട്ട് എന്ത് ചെയ്യില്ല, താഴെ വന്ന് സെറ്റിൽ ആകില്ല അല്ലേ. സോ ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റേബിൾ എന്നാണ് നമ്മൾ പറയുക, അത് സെറ്റിൽ ആകത്തില്ല. പക്ഷേ സസ്പെൻഷൻ എന്ത് ചെയ്യും, സെറ്റിൽ ആകും. സോയിലും വാട്ടറും, അതായത് മഡി വാട്ടർ സെറ്റിൽ ആകുന്നതായിട്ട് കാണാം, കൊളോയിഡ് സെറ്റിൽ ആകത്തില്ല അല്ലേ, സെറ്റിൽ ആകത്തില്ല. ഇനി പ്രോപ്പർട്ടി എന്താ, അടുത്ത പ്രോപ്പർട്ടി എന്താ, ടിൻഡൽ എഫക്റ്റ് അല്ലേ. ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ്. സൊല്യൂഷൻ സ്കാറ്റർ ചെയ്യില്ല, നമ്മൾ ഈ ഫിഗറിൽ കണ്ടതാണ്. പക്ഷേ സസ്പെൻഷനും കൊളോയിഡും എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യും അല്ലെ, രണ്ടുപേരും സ്കാറ്റർ ചെയ്യും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും കൂടെ പറ്റണം. അപ്പോൾ മക്കളെ മിസ് ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് എനിക്കറിയാം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും അല്ലേ, ബിക്കോസ് ബുക്ക് മാറിയത് കൊണ്ട് തന്നെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഫോക്കസ്ഡ് ആയിട്ട് നല്ല സ്മാർട്ടായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് NCERT നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് തന്നെ റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എജുപോർട്ടിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, ഈ ഒരു ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എജുപോർട്ടിനെ കോൺടാക്ട് ചെയ്യാം. അതിനെപ്പറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് റിവിഷൻ ആയിരുന്നു ഇത്. നമ്മൾ ഓൾ ടുഗെദർ ഈ ഒരു കുറച്ച് ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. അപ്പം നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ ഈ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നതിൽ ഈ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, മിസ് അതിന് ആൻസർ തരാം. ഓക്കെ, എന്ത് ഡൗട്ട് ഈ ഒരു ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.